സ്തോത്രം ചെയ്യുന്നു. സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവവചന ചിന്തയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ധ്യാനിച്ചു വരുന്നത്. ഒരുവൻ ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരുവാൻ അവൻ ഉപേക്ഷിക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കൊലോസ്യ ലേഖനത്തെ ആസ്പദമാക്കി ധ്യാനിച്ചു വരുന്നത്. അതിലേറ്റവും ആരംഭമായി നമ്മൾ ധ്യാനിച്ചത് കർത്താവിനെ കൈക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ഉയരത്തിലുള്ളത് ചിന്തിക്കുക, ഉയരത്തിലുള്ളത് ധ്യാനിക്കുക എന്ന വാക്യങ്ങളോടുകൂടെയാണല്ലോ 3-ാം അധ്യായം ആരംഭിക്കുന്നത്. പലപ്പോഴും ഏതെങ്കിലും ഒരു ദൂരവേ ഉള്ള ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നതുല്യമായൊരു ജീവിതം നയിക്കണമെന്നുള്ള ആശയത്തേക്കാൾ ഉപരിയായി അവിടെയെല്ലാം കർത്താവിൻ്റെ പേരെടുത്തു പറയുന്നതായിട്ട് ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ നിങ്ങൾ മറിഞ്ഞിരിക്കുന്നു. നമ്മൾ ആ ഭാഗം ചിന്തിച്ചപ്പോൾ ആ കാര്യം ഓർപ്പിച്ചതാണ്. ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ഭൂമിയിലെ ജീവിതത്തിൽ കർത്താവിനോടുള്ള നമ്മുടെ ഭക്തി, സ്നേഹം, തന്മൂലം നമ്മളിൽ ഉണ്ടാകുന്ന സ്വഭാവ സവിശേഷതകൾ ഇവയെക്കുറിച്ചെല്ലാം നാം എല്ലായ്പ്പോഴും ചിന്തയുള്ളവരും അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കുന്നവരും ആയിരിക്കണം എന്നുള്ള ശ്രേഷ്ഠമേറിയ ഒരു ചിന്തയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. സ്വർഗത്തിലുള്ളത്, ഉയരത്തിലുള്ളത് നിങ്ങൾ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഉന്നതമായൊരു ജീവിത നിലവാരത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ജീവിതത്തിൻ്റെ ചില സ്വഭാവങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് നമുക്ക് താഴോട്ട് വായിക്കുവാൻ കഴിഞ്ഞു. 5-ാം വാക്യം മുതൽ 2 പാപപ്രവൃത്തികളുടെ ലിസ്റ്റ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിപ്പാനിടയായി. ആ ഉയരത്തിലുള്ള ക്രിസ്തുവിലുള്ള ആ ജീവിതത്തിൻ്റെ പ്രത്യേകതയായി പൗലോസോട് എടുത്തു പറയുന്നത് അശുദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ നീക്കിക്കളഞ്ഞ് 2 വിധത്തിലുള്ളതായ അശുദ്ധിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഓർപ്പിക്കുവാനിടയായി. ആമുഖമായി ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നതുകൊണ്ട് നമ്മളതിൻ്റെ 9-ാം വാക്യം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വന്നത്. 9-ാം വാക്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങളൂടെ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അന്യോന്യം ഭോഷ്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ദൈവിക സ്വഭാവം നമ്മൾ ധരിക്കുവാനായിട്ടും ദൈവത്തിന് ഹിതമല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ നീക്കിക്കളയുവാനുമായിട്ടും പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാദൃശ്യം എന്ന് പറയുന്നത് നമ്മൾ വസ്ത്രം അണിയുന്നതിനോട് അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്നതിനോട് ബന്ധപ്പെട്ടാണ്. ചിലത് നിങ്ങൾ ഉരിഞ്ഞു കളയണം, ചിലത് നിങ്ങൾ ധരിക്കണം എന്നവിടെ പറഞ്ഞിരിക്കുന്നു. പ്രത്യേകം നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൗലോസ് ദൈവിക സത്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പതിയുവാൻ വേണ്ടി പല സാദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായി ക്രിസ്തു തലയും അവൻ്റെ സഭ അവൻ്റെ ശരീരമായ സഭ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ വായിക്കുന്ന വേദഭാഗത്തിൽ അത് വരുന്നുണ്ട്. നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പം ഏക ശരീരം എന്ന് പറഞ്ഞാൽ പരസ്പരം, നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം ഒരേപോലെ ഹാർമണിയിൽ പരസ്പരം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഒരു ഒറ്റ യൂണിറ്റാണ്, സിംഗിൾ ഓർഗാനിക് യൂണിറ്റാണ് ബോഡി എന്ന് പറയുന്നത്, ശരീരം എന്ന് പറയുന്നത്. അതൊരുപോലെ എല്ലാ ഘടകങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ ശരീരത്തിന് ഫങ്ഷൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഇതുപോലെ അപ്പോൾ ഇങ്ങനെയുള്ള സാദൃശ്യങ്ങൾ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ അർത്ഥം നമുക്ക് ആഴമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവഹിതമല്ലാത്ത സ്വഭാവങ്ങൾ നമ്മൾ നീക്കിക്കളയണം, ദൈവഹിതം നമ്മൾ സ്വീകരിക്കണം. ഇത് നമ്മെ മനസ്സിലാക്കുവാനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നതിനോട് സമാനമായിട്ടാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നമ്മൾ കർത്താവിനെ പിൻപറ്റിയതുകൊണ്ട് ഒരു പുതിയ ന്യൂ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് നമ്മുടെ ജീവിതത്തിലുണ്ടായി, അല്ലെങ്കിൽ കർത്താവ് നമ്മളിൽ നിന്ന് കാംക്ഷിക്കുന്നു എന്നുള്ള ചിന്തയേക്കാൾ അതൊരു സ്വാഭാവിക പ്രതികരണമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കർത്താവിനെ നമ്മൾ കൈക്കൊണ്ടത് നിമിത്തമായി
ചില അരുതുകൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ള ചിന്തയേക്കാൾ ഉപരിയായി കർത്താവിനോടുള്ള സ്നേഹവും ഭക്തിയും നിമിത്തം സ്വാഭാവികമായി നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പ്രതികരണമായി. അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. തിന്മയോട് അകന്നിരിക്കുവാൻ, ദോഷത്തോട് അകന്നിരിക്കുവാൻ, അശുദ്ധിയോട് അകന്നിരിക്കുവാനും ദൈവഭക്തിക്ക് ഉതകുന്ന സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ വാർത്തെടുക്കുവാനുള്ളൊരു പരിശ്രമം. അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ് ഞാൻ ഓർപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള ധാർമ്മികമായ അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ആഹ്വാനം ഇത് സാധ്യമാണോ, ഇത് എല്ലാവരെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ സാധാരണ മനുഷ്യർ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം കർത്താവിനോടുള്ള സ്നേഹവും ഭക്തിയും നാം മുറുകെ പിടിക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരു പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമെന്നുള്ളതിന് നമ്മുടെ ജീവൻ തന്നെ അനുഭവമാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് ഓർപ്പിച്ചാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. ഈ കുടുംബത്തിലേക്ക് അഥവാ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവിയോടുകൂടെ ദൈവസഭയുടെ ദൈവജനത്തോടൊപ്പം നാം ചേർന്ന് കഴിയുമ്പോൾ നമ്മളൊരു വ്യത്യസ്തരായ ഒരു കൂട്ടം ജനമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് അവരെ ഇവിടെ കാണുന്നത്. വ്യത്യസ്തത ഉള്ള ഒരു ജനമായിട്ട് നമുക്കവരെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പഴയ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു, അല്ലെങ്കിൽ പഴയ അനുഭവത്തെ, പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തിയോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമുക്ക് മുൻപുണ്ടായിരുന്ന, നമ്മൾ ഐക്യദാർഢ്യപ്പെട്ട് ജീവിച്ചിരുന്ന ബന്ധങ്ങളുണ്ടായിരുന്നു, പഴയ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇതെല്ലാമാണ് ആ പഴകിയ വസ്ത്രങ്ങൾ. അതെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതുമനുഷ്യനെ നമ്മൾ ധരിച്ചു. അതിനെ ഒരു സ്വാഭാവിക പ്രതികരണമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇന്ന് രാത്രിയിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അത് ധൈര്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. കേവലം നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ കൈക്കൊണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, മറിച്ച് അതിൻ്റെ സ്വാഭാവിക പ്രതികരണമായി കഴിഞ്ഞ നാളുകളിൽ നമുക്കുണ്ടായിരുന്ന ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടുകൾ, ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ, ദൈവഹിതമല്ലാത്ത പലതിനെയും നമുക്ക് പിന്തള്ളുവാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. വ്യത്യസ്തത ഉള്ള ഒരു ജനമായി ദൈവം നമ്മെ ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചു. ഇനി ആ പുറമേ ഉള്ളതായി നമ്മുടെ ആ വേർപാട് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ കൂട്ടുകെട്ടിൽ വ്യത്യാസം വന്നു, നമ്മുടെ ജീവിത ശൈലികളിൽ വ്യത്യാസം വന്നു, നമ്മൾ സമയം വിനിയോഗിക്കുന്നതിലുള്ള വ്യത്യാസം, കൂട്ടായ്മയ്ക്ക് നമ്മൾ കൊടുക്കുക പ്രാധാന്യം, ഇതിലെല്ലാം നമുക്ക് വ്യത്യാസം വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ പൗലോസ് അവിടെ എടുത്തു പറയുന്നുണ്ട്. 10-ാം വാക്യം ഒന്ന് വായിക്കാമോ? തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ. അപ്പോൾ ഇവിടെ പ്രത്യേക ശ്രദ്ധേയമാണ്, പഴയ മനുഷ്യൻ അല്ലെങ്കിൽ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, പഴയ ബന്ധങ്ങൾ, പഴയ കൂട്ടുകെട്ടുകൾ, പഴയ ജീവിത നിലവാരങ്ങളെയൊക്കെ എല്ലാം കൂടെ ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വ്യത്യാസം വന്നു എന്ന് മാത്രമല്ല, ഇവിടെ പറയുന്നൊരു പദം വളരെ പ്രാധാന്യമുള്ളതാണ്. കർത്താവിനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ, ഒരുവൻ ദൈവപൈതലായി തീർന്നു കഴിയുമ്പോൾ അവൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ അറിവ്, ആ പദം നിങ്ങൾ ശ്രദ്ധിക്കുക. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന. അപ്പം ഈ റിന്യൂവൽ, ഈ ഒരു പുതുക്കം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ പുറമേയുള്ള ജീവിത രീതികളിൽ മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടുകെട്ടിൽ വരുന്ന വ്യത്യാസം, നമ്മുടെ സ്വഭാവങ്ങളിൽ വരുന്ന വ്യത്യാസം അവിടെ മാത്രം ഒതുങ്ങുന്നില്ല. അവിടെ പൗലോസ് പറയുകയാണ്, ഈ പുതുക്കം നമ്മളുടെ അറിവിൽ, നോളജ്, പരിജ്ഞാനം എന്നുള്ള പദം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കും. അപ്പൊ ദൈവിക പരിജ്ഞാനത്തിൽ, ട്രൂ നോളജ് ഓഫ് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവിലേക്ക് നമ്മൾ വളരുകയാണ്. ദൈവത്തെക്കുറിച്ചെന്ന് പറയുമ്പോൾ ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നന്മനിന്മകളെ തിരിച്ചറിയാനുള്ള അറിവും കൂടെയാണ്. ദൈവത്തെ നമ്മൾ അറിയുമ്പോൾ, ദൈവത്തെ അറിയേണ്ടതുപോലെ നാം അറിഞ്ഞു കഴിയുമ്പോൾ അത് നന്മനിന്മകളെ തിരിച്ചറിയുവാനും ദൈവത്തിന് ഹിതമാമണ്ണ ഒരു ജീവൻ നയിപ്പാനും നമ്മെ സഹായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അത് വളരെ ശ്രദ്ധേയമാണ് അവിടെ ആ പദം പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി. ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് കർത്താവിനെ നാം കൈക്കൊണ്ടു എന്ന് മാത്രമല്ല,
ഓരോ ദിവസവും നമ്മൾ കർത്താവിൽ വളരുകയാണ്, കർത്താവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുകയാണ്. നമ്മുടെ മാനുഷികമായ അറിവുകൾ പരിമിതമായിരിക്കും, ബുദ്ധിയിൽ വ്യത്യാസമുണ്ട്, മനുഷ്യൻ്റെ ഐക്യുവിലൊക്കെ വ്യത്യാസമുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവിനെ കൈക്കൊണ്ട ഒരു ദൈവവേദൻ്റെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ആ ദൈവിക പരിജ്ഞാനം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്നതാണ്. ആ പരിജ്ഞാനത്തിൽ വളരുവാനും ദൈവം നമ്മെ സഹായിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു അനുഭവം കൂടെയാണ്. കർത്താവിൻ്റെ സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിലുള്ള പക്വതയിലേക്ക് നാം, അല്ലെങ്കിൽ ക്രിസ്തുവിൽ തികവുള്ളവരായി തീരുക എന്ന് പറയുമ്പോൾ പഴയ ബന്ധങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുക മാത്രമല്ല, ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിൽ വളരുന്ന ഒരനുഭവത്തെക്കുറിച്ചും കൂടെയാണ് എന്ന് പൗലോസ് പറഞ്ഞാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു പുതുക്കപ്പെട്ട ജീവിതത്തിനുടമയായി തീരുവാൻ നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമകളോ നമ്മുടെ സാമൂഹിക സോഷ്യൽ സ്റ്റാറ്റസോ ഒന്നും ബാധകമല്ല. 11-ാം വാക്യം വളരെ പ്രസക്തിയുള്ളൊരു വാക്യമാണ്. അതിൽ മനുഷ്യനെ നിറം കൊണ്ട്, അവൻ്റെ മതം കൊണ്ട്, അവൻ്റെ ജാതി കൊണ്ട് ഒക്കെ വേർതിരിക്കുന്ന ഒരു സമൂഹമായിരുന്നു അന്ന്. പ്രത്യേകിച്ച് ഏൻഷ്യൻ വേൾഡ് എന്ന് പറയുന്നത്, ഈ തിരുവെഴുത്തുകൾ എഴുതപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം വേർതിരിവുകൾ പ്രബലമായിരുന്നതും അതിനെ ഉന്നതമായി കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ബൈബിൾ എഴുതുന്നത്, അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ എഴുതപ്പെടുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇന്നും സമൂഹത്തിൽ അങ്ങനെയുള്ള വേർതിരിവുകളെക്കുറിച്ചുള്ള വലിയ സംവാദങ്ങൾ നടക്കുന്നൊരു സമയത്താണ് നമ്മൾ ഇന്ന് രാത്രിയിലും ഈ വചനം ധ്യാനിക്കുന്നത്. ദൈവവചനം എത്രയോ പ്രസക്തമാണ്. മനുഷ്യനെ നിറം കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടോ ഒന്നും, അവൻ ജനിച്ചു വളർന്ന പശ്ചാത്തലം കൊണ്ടോ ഒന്നും തന്നെ അത് ഒരുവൻ ക്രിസ്തുവിലായാൽ അല്ലെങ്കിൽ ദൈവസൃഷ്ടിയായ മനുഷ്യനെ അങ്ങനെ വേർതിരിവോടെ കാണുവാൻ കഴിയരുത് എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശമാണ്. ഒരുപക്ഷെ കൊലോസിലുള്ള ദൈവമക്കളെക്കുറിച്ച് ഇത് പറയുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, ദൈവത്തിൻ്റെ വചനമാണ് സകല ഉച്ചനീചത്വങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നത്. മനുഷ്യൻ എത്ര തന്നെ പരിശ്രമിച്ചാലും അവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പല കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഈ 3-ാം അധ്യായം തൊട്ട് വായിച്ചു വരുമ്പോൾ ഒരു സ്വർഗീയ പൗരനായി അവൻ മാറി ഉന്നതിയിലേക്ക് അവൻ്റെ ചിന്തകൾ പോയി കഴിയുമ്പോൾ കർത്താവിനെ അവൻ്റെ ഉള്ളത്തിൽ അവൻ ധ്യാനിച്ചുകൊണ്ട് സ്വർഗീയ അല്ലെങ്കിൽ ദൈവിക സ്വഭാവങ്ങളിലേക്ക് അവൻ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നിശ്ചയമായിട്ടും അവിടെ വ്യത്യാസങ്ങളില്ല. നോക്കിക്കേ, അവിടെ പറയുന്ന അതിൽ യഹൂദനും യവനനും, യഹൂദൻ യവനൻ എന്ന് പറഞ്ഞിരിക്കുന്ന പദം ഓരോന്നും അന്നത്തെ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ വളരെ സഹായകരമാണ്. യവനൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അലക്സാണ്ടർ ചക്രവർത്തി രാജ്യങ്ങളെ കീഴടക്കിയതിന് ശേഷമായിട്ടാണ് യവനായ സംസ്കാരം, ഹെലനൈസേഷൻ എന്ന് പറയുന്ന യവനായ സംസ്കാരം ദേശത്തെല്ലാം അത് നിർബന്ധമായും, അത് കൾച്ചർ, ഗ്രീക്ക് കൾച്ചർ ആൻഡ് ലാംഗ്വേജ്, ഗ്രീക്ക് സംസ്കാരവും ഭാഷയും നിർബന്ധമായും എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കണമെന്ന് അലക്സാണ്ടറിന് നിർബന്ധമുണ്ടായിരുന്നു. നമുക്കറിയാം, പല രാജാക്കന്മാരും ചക്രവർത്തിമാരും ഉണ്ടായിട്ടുണ്ട്, അവർ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തും. എന്നാൽ അവരുടെ സംസ്കാരവും ഭാഷയും നിർബന്ധമായി മറ്റുള്ളവരെ കടിച്ചേൽപ്പിക്കുന്നവർ വിരളമായിരുന്നു. എന്നാൽ അലക്സാണ്ടറിന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഗ്രീക്ക് കൾച്ചർ അത് മറ്റുള്ളതിനേക്കാൾ മേന്മയേറിയതാണെന്നും അതെല്ലാവരും ആ ഭാഷ സംസാരിക്കണമെന്നും ആ സംസ്കാരം പിന്തുടരണമെന്നും ചക്രവർത്തി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ദേശത്തെല്ലാം അത് വളരെ പ്രാബല്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ മറ്റുള്ളവരെക്കാൾ അല്ലെങ്കിൽ മറ്റുള്ളതിനേക്കാൾ തങ്ങളുടെ സംസ്കാരവും ഭാഷയും ഉന്നതമാണെന്നുള്ളൊരു ചിന്താഗതി അന്ന് ഈ ചക്രവർത്തി മുഖേനയായി ദേശങ്ങളിലെല്ലാം വ്യാപരിച്ചിരുന്നു. അവിടെയാണ് പൗലോസ് പറയുന്നത്, ഒരു ക്രിസ്തുവിലായി തീർന്നാൽ യഹൂദനെന്നോ, ഇനി യഹൂദനെ സംബന്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം, യഹൂദൻ അന്ന് അതിനേക്കാളും ഉപരിയായി അവൻ വിചാരിച്ചിരുന്നതും അവൻ കരുതിയിരുന്നതും അവൻ്റെ സംസ്കാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജാതി എന്നുള്ള, ദൈവത്തിൻ്റെ ജനമെന്നുള്ള പ്രത്യേകതയോടുകൂടെ യഹൂദനെ സംബന്ധിച്ച് അവർക്ക് അതെല്ലാം വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. അതിനോട് ചേർത്താ പറഞ്ഞിരിക്കുന്നത് പരിച്ഛേദനയും അഗ്രചർമ്മവുമില്ല. പരിച്ഛേദന എന്നുള്ളത് ദൈവം ഇസ്രായേലിന് കൊടുത്ത, നമുക്കറിയാം, അവരുടെ പുറമേയുള്ള അടയാളമാണ്. ഇത് യഹൂദനായ ഒരു യഹൂദനെ സംബന്ധിച്ച് അത് ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു കാര്യമാണ്. എന്നാൽ നമുക്കറിയാം, ജാതികളെ സംബന്ധിച്ച് അവർക്കത് ഇടർച്ചയായിരുന്നു, അവർക്കത് പരിഹാസ്യമായിരുന്നു. യഹൂദനെ സംബന്ധിച്ച് അത് വലിപ്പമുള്ളതും അവരുടെ ശ്രേഷ്ഠമേറിയൊരു അനുഭവമായിരുന്നെങ്കിൽ ജാതികളെ സംബന്ധിച്ച് അത് പരിഹാസ്യമായ ഒരു കാര്യമായിരുന്നു.
കർത്താവിൻ്റെ സ്തോത്രം. മൂന്നാം പറഞ്ഞിരിക്കുന്നൊരു കൂട്ടർ ബെർബരൻ എന്നൊരു പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ബെർബരൻ എന്ന് പറഞ്ഞാൽ ബാർബേറിയൻസ് എന്നാണ് ഇംഗ്ലീഷിലും കൊടുത്തിരിക്കുന്നത്. ബെർബരൻ എന്ന് പറഞ്ഞാൽ ഈ യവനായ ഭാഷ, ഞാൻ പറഞ്ഞല്ലോ യവനായ കൾച്ചറും ആ ഭാഷയും സംസാരിക്കാത്ത ജനങ്ങളെയാണെന്ന് ബെർബരന്മാർ എന്ന് പറഞ്ഞിരുന്നത്. അവർക്ക് അവരുടേതായ ഭാഷകളുണ്ട്, പക്ഷെ അതിനെ ഒന്നും സമൂഹം വിലമതിച്ചിരുന്നില്ല, അംഗീകരിച്ചിരുന്നില്ല. അവരെ കേവലം പുറജാതിക്കാരായും ബെർബരന്മാരായിട്ടും കരുതിയിരുന്നു എന്നാണ് കാണുവാൻ. ശകുൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷിൽ സ്കൈത്യൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പൗലോസ് നോക്കുക, ഒരുവൻ ക്രിസ്തുവിലായാൽ അവിടെ യവനനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനക്കാരനെന്നോ അഗ്രചർമ്മിയെന്നോ ബെർബരനെന്നോ ശകുനെന്നോ നോക്കി, ദാസൻ സ്വതന്ത്രൻ, അത് സമൂഹത്തിൻ്റെ സ്റ്റാറ്റസാണ്. നമുക്കറിയാം അന്ന് അടിമത്തം നിലവിലുള്ള ഒരു കാലഘട്ടമാണ്. സ്വതന്ത്രരാക്കപ്പെട്ടവരുണ്ട്, ദാസന്മാരായിരുന്നവരുണ്ട്, സ്വതന്ത്രരാക്കപ്പെട്ടവരുണ്ട്. എന്നാൽ ഇതൊന്നും ദൈവത്തിന് സ്തോത്രം ഒരു വ്യത്യാസവും കൂടാതെ പൗലോസ് പറയാണ്, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരുപക്ഷെ അന്ന് മാത്രമല്ല ഇന്നും എത്രയോ സമൂഹം എത്രയോ വികസിച്ചെന്നും ആധുനിക തലമുറ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ വിമുഖത കാട്ടുന്നുമൊക്കെ നിന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഏറ്റവും ഒടുവിൽ വായിച്ച സ്റ്റാറ്റസ് ദാസൻ സ്വതന്ത്രൻ എന്നുള്ളതിനെ ഒരു ചിന്തകരതിനെ ഇന്നത്തെ കാലഘട്ടമായി വ്യാഖ്യാനിച്ചിരിക്കുന്നത് കളർ ബാർ എന്ന് തന്നെയാണ്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ സ്ഥാനമില്ല, മനുഷ്യൻ ഒത്തിരി പുരോഗതി നേടി, ഒത്തിരി ഇക്വാളിറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നും സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ കളർ നിറവ്യത്യാസത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെയാണ് ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കുന്ന വചനത്തിൻ്റെ പ്രസക്തി. ദൈവമക്കളെ, ക്രിസ്തുവിൽ ഒന്നായി തീരുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ വചനം എത്ര അത് കാലികമാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. കർത്താവിൻ്റെ സ്തോത്രം. അപ്പോൾ ഒരുവൻ കർത്താവിലായി കഴിഞ്ഞാൽ അവൻ ദൈവ ഇഷ്ടത്തിനു വേണ്ടി തന്നെ സമർപ്പിച്ച് അവനൊരു സ്വർഗീയ പൗരനായി മാറിക്കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സ്വാഭാവികവും അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അതേ പ്രതികരണങ്ങൾ, അത് ദൈവിക സ്വഭാവത്തോട് ചേർന്ന് അവൻ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ വ്യത്യാസങ്ങളില്ലാതെ അവനൊരു ദൈവ പൈതലായി തീരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ദൈവമക്കൾ ഒന്നിച്ചു ചേരുന്നതാണ് ദൈവസഭ. ദൈവജനം ഒരുമിച്ച് വന്ന് കർത്താവിനെ നിറവ്യത്യാസങ്ങൾ കൂടാതെ, മറ്റ് സ്റ്റാറ്റസിൻ്റെ വ്യത്യാസം കൂടാതെ എല്ലാവരിലും അതേ ക്രിസ്തുവാണ്, ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകുന്നു. ഒരുവനായിരിക്കുന്ന സ്ഥിതിയിൽ അവനെ കൊണ്ടുവന്നത് കർത്താവാണ്, അവനെ വിളിച്ചത് കർത്താവാണ്. അതിനെ പല നിലകളിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ കർത്താവാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അതേ പ്രത്യേകത എന്ന് പറയുന്നത്. കർത്താവിന് സ്തോത്രം. മറ്റു വേർതിരിവുകളെല്ലാം അവിടെ അവസാനിക്കുന്നു മാത്രമല്ല, അങ്ങനെ അവർ ഒന്നായിത്തീരുന്നു. അങ്ങനെ ഒന്നായിത്തീരുന്ന ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ചില പ്രത്യേകതകളാണ് തുടർന്നുള്ള ചില വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ ചിന്തകൾ അവസാനിപ്പിക്കും. 12-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാൽ. ഈ ഭാഗങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ വാസ്തവത്തിൽ അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ അടുത്ത ഒരു ഖണ്ഡികയാണ്. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഒരു സമൂഹമായി ദൈവസന്നിധിയിൽ വന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ അവർ ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുമ്പോൾ ഈ 12 മുതൽ അതിൻ്റെ 17 വരെയുള്ള വാക്യങ്ങളുടെ ഒരു തലക്കെട്ട് നമ്മളിങ്ങനെ കൊടുത്താൽ അതിൻ്റെ 17-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. നമ്മളിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകുന്നു. കർത്താവ് ഒരുവനിൽ വന്നു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിന്, അവൻ്റെ സ്വഭാവത്തിന് എല്ലാ മാറ്റം വരുന്നു. അതുമാത്രമല്ല, മറ്റ് വ്യത്യാസങ്ങളൊന്നും കൂടാതെ ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമായി. അതിനെ സൂചിപ്പിക്കാനായിട്ട് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന സാദൃശ്യം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 15-ാം വാക്യം കൂടെ വായിക്കാമോ? 15. നിങ്ങൾ ഏക ശരീരമായി, ഏക ശരീരം, അതാ ഞാൻ മുമ്പേ പറഞ്ഞ ഒരു സിംഗിൾ ഓർഗാനിക് യൂണിറ്റാണ് നമ്മൾ. കർത്താവിൽ വ്യത്യാസങ്ങളില്ലാതെ
ദൈവജനം ഒന്നായി ചേർന്ന് കഴിയുമ്പോൾ ഒരു സിംഗിൾ ഓർഗാനിക് യൂണിറ്റായിട്ട് പരസ്പരം പരസ്പര പൂരകങ്ങളായി അവർ കർത്താവിൽ വളരുകയാണ്. ഇതിനെയാണ് പൗലോസ് ഇവിടെ വിശദമായിട്ട് ആ 12 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ കർത്താവിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവജനം ഒരുമിച്ച് കൊലോസിലുള്ള വിശുദ്ധന്മാരായ ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങളൊരു കൂട്ടമായി ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായി നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ക്രിസ്തുവിൽ നിങ്ങൾ വളർന്നു വരികയാണ്. അതിൻ്റെ അർത്ഥം മനുഷ്യർ തമ്മിൽ കൂടുന്നിടത്ത് പ്രശ്നങ്ങളില്ലെന്നോ പ്രയാസങ്ങളില്ലെന്നോ ബുദ്ധിമുട്ടുകളില്ലെന്നോ ഒന്നുമല്ല. പൗലോസ് എപ്പോഴും ഒരു റിയലിസ്റ്റിക് മനോഭാവമുള്ള മനുഷ്യനായിരുന്നു. എപ്പോഴും യാഥാർത്ഥ്യങ്ങളെ അങ്ങനെ തന്നെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ 12 മുതൽ വായിച്ചു വരുമ്പോൾ മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ ഉയരത്തിലുള്ളത് ധ്യാനിച്ചും ചിന്തിച്ചും ഒക്കെ കഴിയുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ കഴിയും? അതിനുള്ള നമ്മുടെ മനോഭാവം എന്താണ്? അവിടെയാണ് നാം ക്രിസ്തുവിൽ തികവുള്ളവരായിത്തീരുന്നത്. 12-ാം വാക്യത്തിൽ ദൈവജനത്തെ അഭിസംബോധന ചെയ്യുന്ന 2-3 വാക്കുകളുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി, ഈ പദങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പല സന്ദർഭങ്ങളിലായിട്ട് ധ്യാനിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വാസ്തവത്തിൽ ആ ഓരോ പദങ്ങളും അതിൻ്റെ ഗൗരവത്തോടെ നാം ധ്യാനിക്കേണ്ടതാണ്. ദൈവത്തിന് പ്രിയരായി, വിശുദ്ധരായി, ദൈവത്തിന് വിശുദ്ധ ജനമെന്ന് പറയുമ്പോൾ ഹോളി എന്ന് പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ട് എന്നാണ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ എന്ന ആശയമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളതിൻ്റെ ഉദാഹരണങ്ങൾ കേട്ടതാണ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത്, ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി, സർവീസിനു വേണ്ടി വേർതിരിക്കപ്പെട്ടത് എന്ന ആശയം അവിടെ പിന്നെയും അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ദൈവത്തിന് പ്രിയമുള്ളവരായി, മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ. എത്ര കാര്യങ്ങളുണ്ട്? 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങളോടെ വരാൻ കാരണം നമ്മളതിന് മുമ്പ് 5-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും ഒക്കെ 5 വൈസസ് അല്ല 5 നിങ്ങൾ നീക്കിക്കളയേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ 5 എണ്ണം നീക്കിക്കളയുമ്പോൾ ആ സ്ഥാനത്ത് നിങ്ങളിൽ വീണ്ടും ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ അക്കമിട്ട് പൗലോസ് പറയുകയാണ്. ഒന്ന് നിങ്ങൾ നീക്കിക്കളയുമ്പോൾ മറ്റൊന്ന് ആ സ്ഥാനത്തേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അതെന്താണ്? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. അപ്പം നോക്ക്, അവിടെയും വസ്ത്രം ധരിക്കുന്ന ആ സാദൃശ്യം ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഉരിഞ്ഞു കളയുമ്പോൾ മറ്റൊന്ന് നിങ്ങൾ ധരിക്കണം. അതിൽ 5 ഗുണങ്ങളെക്കുറിച്ച്, സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് എടുത്തു പറയുകയാണ്. എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ, അതാ ഞാൻ പറഞ്ഞത്, വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടെ. അപ്പോൾ ക്രിസ്തുവിൽ ഒന്നായി തീർന്ന ഈ ദൈവത്തിൻ്റെ ജനം അവർ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്കറിയാം, മനുഷ്യർ കൂടുന്നിടത്ത് പ്രയാസങ്ങളുണ്ടാകാം, ബുദ്ധിമുട്ടുകൾ വരാം. എന്നാൽ അവയെ എങ്ങനെ നാം കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ നമുക്കതിനെ അതിജീവിക്കാൻ കഴിയുന്നു, അതാണ് പ്രാധാന്യം. അതിനാണ് പ്രാധാന്യം പൗലോസിവിടെ കൊടുക്കുന്നത്. നോക്കുക, ആ പദങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുക. നമുക്ക് വളരെ പരിചിതമായ പദങ്ങളാണ്, എങ്കിലും അതിൻ്റെ ആശയങ്ങൾക്കെല്ലാം ഒരല്പം ദൈവസഭയോട് ബന്ധപ്പെട്ട് പറയുന്നതായതുകൊണ്ട് അതിൻ്റെ ആശയങ്ങളെ അങ്ങനെ തന്നെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, ഈ പറയുന്ന മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ ഇതെല്ലാം ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട സ്വഭാവ ഗുണങ്ങളാണ്. എന്നാൽ അതിൻ്റെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം, അതിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് എങ്ങനെ അതിനെ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് ഈ വാക്യത്തിൽ പറയുന്നുണ്ട്. ആ നിലയിൽ നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. നോക്കുക, മനസ്സലിവ്, കൈറ്റ്നസ് എന്നുള്ള പദമാണ്. അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം നമ്മുടെ മറ്റുള്ളവരോടുള്ള മനോഭാവത്തെ കാണിക്കുന്ന ഒരു പദമാണ്. കൈറ്റ്നസ്, മനസ്സലിവുള്ളവരായി തീരുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവത്തിലുണ്ടാകുന്ന, അല്ലെങ്കിൽ ആ മനോഭാവത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്നൊരു വാക്കാണ് മനസ്സലിവ്. പിന്നെ ദയ, മനസ്സലിവിനോട് ചേർന്ന് വരുന്നൊരു വാക്ക് ദയ. പിന്നെ താഴ്മ, ഹ്യൂമിലിറ്റി എന്നുള്ള പദം നമ്മൾ സ്വാഭാവികമായിട്ട് പല സന്ദർഭങ്ങളിൽ അത് ധ്യാനിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ഈ 2 പദങ്ങൾ വളരെ പ്രത്യേകതയുള്ള 2 പദങ്ങളാണ്. മനസ്സലിവ്, താഴ്മ. താഴ്മയുള്ളതിന് ഇന്ന് കൊടുത്തിരിക്കുന്നത് മറ്റുള്ളവരോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡെന്ന് മാത്രമല്ല, നമ്മുടെ റിയാക്ഷൻ, മറ്റുള്ളവരുള്ള നമ്മുടെ പ്രതികരണത്തിൽ
ഉണ്ടാകുന്ന അനുഭവമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മളോടുള്ള ബന്ധത്തിൽ തന്നെ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവ ഗുണമാണ് താഴ്മയെന്നാണ്. അപ്പോൾ മനസ്സലിവെന്നുള്ളത് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവമാണെങ്കിൽ, താഴ്മയെന്നുള്ളത് മറ്റുള്ളവരോട് മാത്രമല്ല നമ്മളോട് തന്നെ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം. അതിൻ്റെ ഉദാഹരണം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്ന് ശരിയായ താഴ്മയുടെ നല്ലൊരു ചിത്രം നമുക്ക് അവിടെയാണ് കാണുവാൻ കഴിയുന്നത്. 2:5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കറിയാം, കർത്താവ് തന്നെ അതെ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ ആ ഒരു പാരാഗ്രാഫ് നമ്മൾ വായിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥമായ താഴ്മ. തൻ്റെ ജീവിതത്തിൽ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഈ താണഭൂമിയിലേക്ക് വന്ന ആ താഴ്മ, തന്നോട് തന്നെയുള്ള മനോഭാവം. അപ്പോൾ മറ്റുള്ളവരോടുള്ള മനോഭാവത്തിൽ നമുക്കുണ്ടായിരിക്കുന്ന അനുഭവത്തെയാണ് മനസ്സലിവ് എന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, താഴ്മ നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ പാലിക്കേണ്ടതാണ്. രണ്ടാമതായി നമ്മളവിടെ കാണുന്നത് 2 പ്രധാന പദങ്ങളൂടെയുണ്ട്. ഒന്ന് സൗമ്യത, ദീർഘക്ഷമ. സൗമ്യത, ജെന്റിൽനെസ് എന്നുള്ള ഇംഗ്ലീഷ് പദം, അതിന് ഗ്രീക്ക് വേർഡിന്റെ അർത്ഥവും വൺസ് അപ്രോച്ച് ടു അതർ പീപ്പിൾ, മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം. പേഷ്യൻസ് എന്നാണ് സൗമ്യതയ്ക്ക് ഇംഗ്ലീഷ് വാക്ക് കൊടുത്തിരിക്കുന്നത്. അത് പറയുന്നത് അത് നമ്മുടെ മറ്റുള്ളവരോടുള്ള റിയാക്ഷൻ, മറ്റുള്ളവരോടുള്ള നമ്മുടെ പ്രതികരണം. അപ്പം മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനവും മറ്റുള്ളവരോടുള്ള നമ്മുടെ പ്രതികരണവുമാണ് സൗമ്യത എന്നതുകൊണ്ടും ദീർഘക്ഷമ എന്നുള്ളതുകൊണ്ടും അർത്ഥമാക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് ഞാൻ ആ അർത്ഥങ്ങൾ അത്രയും വിശദമായി പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇവിടെ പറയുന്ന ഈ സൗമ്യതയും അതോടൊപ്പം തന്നെ ദീർഘക്ഷമ എന്നീ 2 പദങ്ങൾ പരസ്പര ബന്ധങ്ങളിൽ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ ഒക്കെ ജയിക്കാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുവാനായിട്ട് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട സ്വഭാവ സവിശേഷതയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുണ്ടെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷനാണ് 13-ാം വാക്യം നമ്മൾ വായിച്ചത്. 13 ഒന്നുകൂടെ വായിക്കാമോ? 13-ാം വാക്യം. ഇത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ നിങ്ങൾ ധരിച്ചുകൊണ്ടാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറയാണ്. അന്യോന്യം ആ സൗമ്യത നിങ്ങളിലുണ്ടെങ്കിൽ, മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനത്തിൽ, മറ്റുള്ളവരോട് നമ്മുടെ പ്രതികരണത്തിൽ ഈ സ്വഭാവ സവിശേഷത നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അന്യോന്യം പൊറുക്കുകയും തമ്മിൽ ക്ഷമിക്കുവാനായിട്ട് സാധിക്കും. നോക്കുക, അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അവിടെ പൗലോസ് കർത്താവിനെ കൊണ്ടുവരികയാണ്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ. കേവലം ഒരു ക്ഷമയെന്നുള്ളതല്ല, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിൽ പരസ്പരമുള്ള ബന്ധങ്ങളിൽ വിടവുകൾ ഉണ്ടാകാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അവിടെയെല്ലാം ഈ ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നമുക്കതിനെ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകി തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രായോഗികമായ അനുഭവങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മനുഷ്യൻ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരായിരിക്കാം, വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ളവരായിരിക്കാം. എന്നാൽ കർത്താവിൽ ഒരുവനായി കഴിയുമ്പോൾ ആ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ തീവുള്ളവരായി തീരുവാൻ ദൈവവചനം നമുക്ക് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആലോചനകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തെ അതിനായി സമർപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ അതിനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ, അതാണല്ലോ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് അവിടെ 2 കാര്യങ്ങൾ പ്രധാനമായി? കർത്താവ് നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്ന് പൗലോസ് പറയാൻ 2 കാരണമുണ്ട്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ, അതിനെക്കുറിച്ച് പറയുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധൻ അതിനെക്കുറിച്ച് പറഞ്ഞ് കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ എന്ന് പറയുമ്പോൾ, ഒന്ന്, നമ്മളാണ് ശരിക്കും പാപക്ഷമ എന്തെന്ന് മനസ്സിലാക്കിയവർ. അതായത് ക്ഷമയുടെ ആ സന്തോഷം ശരിക്കും അനുഭവിച്ചവരാണ് നമ്മൾ, അല്ലേ? പാപക്ഷമ എന്തെന്ന് ശരിക്കും അനുഭവിച്ചവരാണ് നമ്മൾ. കർത്താവ് നമ്മോട് ക്ഷമിച്ച ആ പാപക്ഷമ, നമുക്ക് കൊടുത്തു വീട്ടുവാൻ കഴിയാത്ത, നമ്മെ കൊണ്ട് സാധിക്കാത്ത, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി തകർന്ന് മുറിവേറ്റ് നമ്മുടെ ശിക്ഷ വഹിച്ച് നമുക്ക് ദൈവം ആ സന്തോഷവും ആ വിടുതലും സൗജന്യമായി നൽകിയെങ്കിൽ, ക്ഷമയുടെ യഥാർത്ഥ അനുഭവം അനുഭവിച്ചവരാണ് ദൈവമക്കൾ.
അപ്പം പൗലോസിവിടെ പറയുന്നതിൻ്റെ സാരം, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ എന്ന് പറയുമ്പോൾ ഒന്നാമത് നമ്മൾ ഓർക്കേണ്ടത്, ക്ഷമ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയ നാം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ ആ സന്തോഷം മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അവർക്ക് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അത് അറിയത്തില്ലായിരിക്കും. എന്നാൽ ആ ക്ഷമയുടെ സന്തോഷവും ആ സ്വാതന്ത്ര്യവും അനുഭവിച്ച നാം മറ്റുള്ളവർക്ക് അത് കൊടുക്കുവാനായിട്ട്, ഷെയർ ചെയ്യുവാനായിട്ട് മടിക്കരുത്. അതൊരു അനുഗ്രഹമാണെന്നാണ് പൗലോസിവിടെ പറയുന്നത്. ആ അനുഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മളൊരിക്കലും അതേ വിമുഖത കാണിക്കരുത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമുക്കറിയാം, മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കാതിരുന്നാൽ നമുക്കറിയാം, നമുക്ക് കർത്താവ് തന്ന ക്ഷമ നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ ഇവിടെ ദൈവസഭയോടുള്ള ബന്ധത്തിലാണ്. പൗലോസ് കൊലോസിലുള്ളവരോടാണ് പറയുന്നത്, ഒരുവനോടൊരുവന് വഴക്കുണ്ടായാലെന്ന് പറയുമ്പോൾ പുറത്തുള്ളവരോടല്ല, പരസ്പരമുള്ള ബന്ധങ്ങളിൽ വിടവുകൾ വരുമ്പോൾ. അപ്പോൾ ക്രിസ്തുവിൽ ഒന്നായി തീർന്ന ദൈവജനത്തോട് തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ മറ്റൊരാളോട് നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ, മറ്റൊരാളെന്ന് പറയുമ്പോൾ അതാരാണ്? അവൻ ഓൾറെഡി കർത്താവ് അവനോട് ക്ഷമ കാണിച്ചവനാണ്. അപ്പം കർത്താവ് ക്ഷമിച്ചവരോട് നമ്മൾ ക്ഷമ കാണിക്കാതിരിക്കരുത് എന്നാണ് അതിൻ്റെ മറ്റൊരാശയം. രണ്ട് ചിന്തകളോടുണ്ട്. ഒന്ന്, ക്ഷമയുടെ സ്വാതന്ത്ര്യവും ക്ഷമയുടെ സന്തോഷവും അനുഭവിച്ച നാം മറ്റുള്ളവർക്ക് ആ അനുഭവം പങ്കുവെക്കുന്നതിൽ വിമുഖത കാണിക്കരുത്. മറ്റൊന്ന്, കർത്താവ് ക്ഷമിച്ചവരോട് നമ്മൾ ക്ഷമിക്കാതിരിക്കരുത്. ഈ രണ്ട് ചിന്തയും ആ പ്രിൻസിപ്പിളിനകത്ത് വരും. കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. നോക്കുക, അവിടെ പരസ്പരമുള്ള ബന്ധം, ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വഭാവ ഗുണങ്ങളെല്ലാം നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പരസ്പര ബന്ധങ്ങളിലാണത് വളരെ പ്രാധാന്യമുള്ളത്. ഇതെല്ലാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉള്ളപ്പോഴും 12 മുതലുള്ള വാക്യങ്ങൾ സഭാജീവിതവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 14 വാക്യം കൂടെ വായിച്ചാട്ടെ. 14 വാക്യം, എല്ലാറ്റിനും മീതെ. ഇവിടെ എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധം. എന്താണ് ആ വാക്കുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്? നമ്മൾ സാധാരണ ഇത് വായിച്ചു വിടാറുണ്ടെങ്കിലും ദ ബോണ്ട് ഓഫ് പെർഫെക്ഷൻ എന്നൊക്കെയാണ് ഇതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ചില വ്യാഖ്യാനങ്ങളിൽ മറ്റ് അർത്ഥങ്ങൾ കൊടുത്തത് ബോണ്ട് ഓഫ് പെർഫെക്ഷൻ, സമ്പൂർണതയുടെ ബന്ധം. ഇത് പൗലോസ് ഇത് എഴുതുന്ന സന്ദർഭങ്ങളിൽ മറ്റ് സമൂഹങ്ങളിലൊക്കെ നമുക്കറിയാം, നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ മറ്റിതര മതങ്ങളിലും നല്ല സ്വഭാവങ്ങളെക്കുറിച്ചും മനുഷ്യൻ ശീലിക്കേണ്ട സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ പലയിടത്തും വായിക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മൾ ഭാരതത്തിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഇന്ത്യയിലെ മതങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള സദുപദേശങ്ങളൊക്കെ ധാരാളമുണ്ട്. പൗലോസ് ഇത് എഴുതുന്ന സമയങ്ങളിലും അന്നുണ്ടായിരുന്ന സമൂഹത്തിലെ 1-2 ചിന്തകന്മാരൊക്കെ പറയുന്നത്, അവിടെയും ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ, മനസ്സലിവരെക്കുറിച്ചും ദയയെക്കുറിച്ചും താഴ്മയുള്ളവരായിരിക്കണം എന്നൊക്കെ പറയുന്ന അനേക ചിന്തകളുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഒരു യുണീക്കാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അവിടെ ഒന്നും മേൽപ്പറഞ്ഞ സ്വഭാവ ഗുണങ്ങളെയെല്ലാം ബന്ധിപ്പിക്കുന്ന, നോക്കിയേ, അതാ ഞാൻ പറഞ്ഞത്, ദ ബോണ്ട് ഓഫ് പെർഫെക്ഷൻ, സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ മേൽപ്പറഞ്ഞ സ്വഭാവ ഗുണങ്ങളെല്ലാം പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് സ്നേഹമാണെന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ആ ഒരു ചിന്ത പൗലോസ് പറയുന്നത്, അല്ലെങ്കിൽ ചിന്തകന്മാർ പറയുന്നത് ദൈവവചനത്തിൽ മാത്രമാണ് കാണുന്നത്. സ്നേഹത്തെ ഒരു വലിയ മറ്റ് സ്വഭാവ ഗുണങ്ങളെയെല്ലാം അത് മനസ്സിലാക്കുവാനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന 14 വാക്യത്തിൽ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ, അവിടെയും ആ സാദൃശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വസ്ത്രം ധരിക്കുന്നതിനോട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ വസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ സമ്പൂർണതയുടെ, ദ ബോണ്ട് ഓഫ് പെർഫെക്ഷൻ, സമ്പൂർണതയുടെ ബന്ധമായി ഈ വസ്ത്രം നിങ്ങൾ ധരിക്കുക എന്ന് പറഞ്ഞാൽ, മേൽപ്പറഞ്ഞ വസ്ത്രങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഏതാണ്? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ, ഇതെല്ലാം ഓരോ വസ്ത്രങ്ങളായിട്ട് നിങ്ങൾ ധരിക്കുകയാണ്. അതിൻ്റെ എല്ലാം മേളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹമെന്ന ഈ വസ്ത്രം ധരിക്കണം. അതിനെക്കുറിച്ച് പറയുന്ന ആ സ്നേഹം എന്ന വസ്ത്രമാണ് മറ്റു വസ്ത്രങ്ങളെല്ലാം ശരീരത്തിൽ കിടക്കാൻ പിടിച്ചു നിർത്തുന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചില വസ്ത്രങ്ങളൊക്കെ നമ്മൾ ധരിച്ചിട്ട് ഇങ്ങനെ കൊളുത്ത്, അല്ലെങ്കിൽ പഴയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് മറ്റു വസ്ത്രങ്ങളൊന്നും ശരീരത്തിൽ പോകാതിരിക്കാനായിട്ടൊരു കൊളുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ഉപകരണം കൊണ്ട് നമ്മളിങ്ങനെ അതിനെ ബന്ധിപ്പിച്ച് നിർത്തുന്നതിനോട് സമാനമായ ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ്
ബോണ്ട് ഓഫ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്നേഹമാകുന്ന ഈ വസ്ത്രമാണ് മറ്റു വസ്ത്രങ്ങളെ എല്ലാം പിടിച്ചു നിർത്തുന്നത്. ആ ആശയമാണ് അവിടെ. ആ ഒരു ചിന്ത വളരെ പ്രത്യേകതയുള്ളൊരു ചിന്തയായിരുന്നു. പൗലോസിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പൗലോസ് ദൈവജനത്തെ ഓർപ്പിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ എല്ലാറ്റിനും മീതെ ആ പെർഫെക്ഷൻ തരുന്ന അല്ലെങ്കിൽ മറ്റ് ഗുണങ്ങളെയെല്ലാം പിടിച്ചു നിർത്തുവാൻ സഹായിക്കുന്ന ഏറ്റവും സവിശേഷതയാർന്ന ദൈവമക്കളിൽ ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് സ്നേഹം. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ നമുക്കറിയാം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവരാണ് നാം. മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ആ ക്ഷമ അനുഭവിച്ചറിഞ്ഞവരും ആ ക്ഷമയുടെ സന്തോഷവും സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നവരാണ് നമ്മൾ. അതുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ഭൂമുഖത്ത് ജീവനോടിരിക്കുന്നത്, പ്രത്യാശയോടെ ആയിരിക്കുന്നത്. ആ സ്നേഹം നമ്മളിൽ അതിനെ പൗലോസ് വിവരിക്കുന്നത് ഇറ്റ് ഈസ് എ ബോണ്ട് ഓഫ് പെർഫെക്ഷനാണ്. അത് നമ്മുടെ മറ്റ് ഇതര സ്വഭാവ ഗുണങ്ങളെല്ലാം നമ്മളിൽ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത് കർത്താവിന് സ്തോത്ര ദൈവസ്നേഹം തന്നെയാണ് എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിലായി നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ സ്നേഹമാണ്. ആ സ്നേഹം നമ്മൾ ആ വഴിക്ക് തന്നെ ചിന്തിച്ചു വരുമ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, ആ സ്നേഹം എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത റിസൾട്ടായിട്ട് അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ആ സ്നേഹത്തിൽ നിന്നുളവാകുന്നതാണ് എന്ത്? വായിച്ചു, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. ആ സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ പൗലോസ് പറയുകയാണ് അതിൻ്റെ ഒരു അനന്തര ഫലമാണ്. ആ സ്നേഹത്തിന് നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അതിൻ്റെ അനന്തര ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്ത്? ആ സമാധാനം. ആ സമാധാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഇൻഡിവിജ്വൽ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ ഒരു ആശയം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് വ്യക്തിപരമായി നമ്മളിലുണ്ടാകുന്ന സമാധാനത്തെക്കുറിച്ചല്ല. നമുക്കറിയാം കർത്താവ് നമ്മുടെ ഉള്ളിൽ സമാധാനം തന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന പോലെയല്ല. എന്നാൽ ഇവിടെ പറയുന്ന ആ സമാധാനം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഇൻഡിവിജ്വൽ അല്ല. ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന സമാധാനത്തെക്കുറിച്ചാണ്. അതാണ് ആ പാരാഗ്രാഫിലെ പ്രധാനപ്പെട്ട ചിന്തയും അതാണ്. ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ എന്നൊക്കെ പറയുമ്പോൾ ആ സമൂഹം അല്ലെങ്കിൽ ദൈവസഭ എന്നുള്ള ചിന്തയാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാറ്റിനും ഇത് സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താണ്? ഹൃദയങ്ങളിൽ വാഴുക. ആ പദങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോട് ചേർത്താണ് അടുത്ത പദം പറയുന്നത്, അതിനാലല്ലോ അല്ലെങ്കിൽ അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി. കണ്ടോ, അപ്പോൾ ഏക ശരീരത്തിനാണ് അവിടെ പ്രാധാന്യം. ഏക ശരീരം എന്ന് പറയുന്നത് ദൈവസഭയെക്കുറിച്ചാണ്, കൊലോസ്യയിലുള്ള ദൈവമക്കളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഏക ശരീരമായി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം എന്ന് പറഞ്ഞാൽ പുറമേ ശല്യമൊന്നുമില്ല, ഉപദ്രവമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാകരുത് എന്നാണ് പൗലോസ് പറയുന്നത്. പുറമേ യാതൊരു എതിർപ്പോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഇല്ല എന്നുള്ളതല്ല. ദൈവസഭയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, സ്വഭാവം എന്ന് പറയുന്നത് അവരാന്തരികമായി. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഹൃദയങ്ങളിൽ വാഴട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ വാഴുക എന്നുള്ള പദത്തിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം. ഒരു കളി നടക്കുമ്പോൾ ഒരു അമ്പയർ അല്ലെങ്കിൽ അതിന് ഒരു വിധികർത്താവുണ്ട്. അതേ പദം തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളിൽ ദൈവജനത്തോടുള്ള ബന്ധം, ദൈവസഭ എന്നുള്ള നിലയിൽ ഞാൻ മുമ്പേ പറഞ്ഞതിൽ ഒരു ഓർഗാനിക് യൂണിറ്റായിട്ട് അതിനെ ദൈവം വേർതിരിച്ചിരിക്കുമ്പോൾ പരസ്പരമുള്ള ആ സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിച്ചു വരേണ്ട ആ സമാധാനം അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലാണ് ആ ബന്ധം എന്ത് ചെയ്യേണ്ടത്? ഉറയ്ക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രയാസങ്ങളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം. എന്നാൽ അത് കേവലം പുറമേ മാത്രം നമ്മളതിനെ എന്ത് ചെയ്യാൻ പാടില്ല. അതിനെ ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അതിനെ ക്ഷമിക്കുവാനും ഹൃദയത്തിൻ്റെ ആഴത്തിൽ അതിനെ പരിഹരിക്കുവാനും കഴിയണം എന്നുള്ള ആശയമാണ് പൗലോസ് ഇവിടെ കൊടുത്തത്. അതുകൊണ്ടാണ്
നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് ഉണ്ടായിരിക്കണം. ഡീപ്പസ്റ്റ് ലെവൽ എന്ന് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആഴമായ ആ ഒരു അനുഭവത്തിലാണ് ആ സമാധാനം നിങ്ങളിൽ, അല്ലെങ്കിൽ ഏക ശരീരമായി വിളിക്കപ്പെട്ട നിങ്ങളിൽ വാഴേണ്ടത് എന്നാണ് അപ്പോസ്തലനായ പൗലോസോട് പറഞ്ഞത് അവസാനിപ്പിക്കുന്നത്. കർത്താവിന് സ്തോത്രം. പാക്സ് റൊമാന എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പാക്സ് റൊമാന എന്ന് പറഞ്ഞാൽ ഈ റോം ഭരിക്കുന്ന സമയത്ത് നമുക്കറിയാം റോമിനെ എതിർക്കാൻ ആരുമില്ലായിരുന്നു. ചക്രവർത്തിമാരെന്ന് പറയാൻ നമുക്കറിയാം അവർ പറയുന്ന വാക്കിന് എതിർവാക്കില്ല. ശക്തരായ ചക്രവർത്തിമാർ ഭരിക്കുമ്പോൾ അവർക്ക് എതിരാളികളില്ല. അങ്ങനെ റോമിനെ ചക്രവർത്തിമാർ ഭരിക്കുന്ന സമയത്ത് അന്ന് പറയപ്പെട്ടിരുന്ന ഒരു പാക്സ് റൊമാന എന്ന് പറഞ്ഞാൽ റോമൻ ആധിപത്യത്തിലെല്ലാം സമാധാനം ഉണ്ടായിരുന്നു എന്നൊരു ആശയമുണ്ടായിരുന്നു. എന്നാണ് പാക്സ് റൊമാന എന്ന് പറയുന്നത്. ഈ ഒരു ആശയമാണ് ഇവിടെയും പൗലോസ് പറയുന്നത്. അതായത് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലുണ്ടെങ്കിൽ അതിൻ്റെ അനന്തരഫലമായ ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ, കേവലം ഉപരിപ്ലവമായി സമാധാനം ഉണ്ടെന്ന് പറയുകയല്ല, ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ മനുഷ്യർ തമ്മിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അത് ഹൃദയപൂർവ്വം ക്ഷമിക്കുകയും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അത് പരസ്പരം നമ്മൾ അതിനെ വിട്ടുകളഞ്ഞ് കർത്താവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവമാണ് ദൈവിക സമാധാനം എന്ന് പറയുന്നത്. ഏക ശരീരമായി നിങ്ങൾ വിളിക്കപ്പെട്ട അതിനു വേണ്ടിയാണ്. അതിന് പാക്സ് റൊമാന എന്ന് പറയുന്നത് പോലെ തന്നെ പാക്സ് ക്രിസ്റ്റീന എന്ന് പറയാറുണ്ട്. അത് ക്രിസ്തു വിശ്വാസികളിൽ ഉണ്ടാകുന്ന ആ ഒരു സമാധാനം. ഞാൻ പറഞ്ഞാൽ ഇവിടെ പറയുന്ന ഈ സമാധാനം ഇൻഡിവിജ്വലിസ്റ്റിക് അല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ സമാധാനത്തെക്കുറിച്ചല്ല ഈ പാരാഗ്രാഫ് പൗലോസ് പറയുന്നത്. പരസ്പരം നമ്മൾ പാലിക്കേണ്ട, നമ്മുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ അത് ഉണ്ടാകുമ്പോൾ ഒരു വലിയ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളുണ്ട്. ഇനി അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നൂടെ പറഞ്ഞ് ഞാൻ ചിന്ത അവസാനിപ്പിക്കുക. നമുക്കറിയാം ഈ റോമിൻ്റെ ആധിപത്യത്തിൽ അന്ന് പട്ടണങ്ങളെല്ലാം കീഴ്പ്പെടുത്തി റോമിൽ സമാധാനം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം അന്നുണ്ടായിരുന്ന ചെറിയ ചെറിയ പട്ടണങ്ങൾക്കൊക്കെയുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് എന്നും അവർ ഒരു യുദ്ധത്തിന് വേണ്ടി സന്നദ്ധരായിരിക്കണം. എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളിലൊന്നും അവർക്ക് ഏർപ്പെടാനൊക്കത്തില്ല, ദൈനംദിന കാര്യങ്ങളൊന്നും ഏർപ്പെടാനൊക്കത്തില്ല. അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യുക, ബാക്കിയെല്ലാം യുദ്ധത്തിന് വേണ്ടി അവരുടെ സമയവും ചിന്തകളും എല്ലാം എപ്പോഴും ഒരു യുദ്ധം പ്രതീക്ഷിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ റോം വലിയ ചക്രവർത്തി വന്ന് രാജ്യങ്ങളെല്ലാം കീഴ്പ്പെടുത്തി ചക്രവർത്തിയുടെ ഭരണത്തിൻ്റെ കീഴിലായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാ രാജ്യങ്ങളും പട്ടണങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ രാജാക്കന്മാരെല്ലാം ഈ ചക്രവർത്തിയുടെ കീഴിലായി. ഒരു ഭീഷണിയും പിന്നെ ഇല്ല, എല്ലാവരും ചക്രവർത്തി പറയുന്നത് കേട്ടനുസരിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രയോജനമുണ്ട്. എന്താ പ്രയോജനം? അവരവർക്ക് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് പാക്സ് റൊമാന എന്ന് പറയുന്നത്. അവർക്ക് സമാധാനം ഉണ്ടായി. നമുക്കറിയാം ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചൊക്കെ നമുക്ക് ധാരാളം അറിയാൻ, ചർച്ചകളൊക്കെ നടക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. വാസ്തവത്തിൽ മനുഷ്യൻ്റെ സമാധാനം എടുത്തു കളയുന്ന എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മൾ ഓരോ ദിവസം കേൾക്കുന്നത്. സ്വയമേ അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത നിലയിലേക്ക്, വലിയ പ്രതിസന്ധികളിലേക്കൊക്കെ ഓരോ രാഷ്ട്രീയ സംവിധാനങ്ങൾ പോകുന്നത് നമ്മൾ കാണുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ പൗലോസും ഇതേ ചിന്ത തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇങ്ങനെ നിങ്ങൾ ദൈവസഭ സമാധാനമുള്ളൊരു കൂട്ടമായി നിലകൊള്ളുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓരോ വ്യക്തിക്കും അവരവരെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ ആശയം? അതായത് ആ സമാധാനമുള്ള ഇടത്ത്, ആ ഭീഷണിയില്ലാത്ത ഇടത്ത് അവരവരെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് കർത്താവ് എന്നെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് ആ നിലയിൽ അവർക്ക് വളർന്നു വരാനുള്ള ഒരു ഇടമായി അത് മാറും. ദൈവത്തിന് സ്തോത്രം. ഭീഷണികളോ നമുക്കറിയാം മറ്റ് എന്തെങ്കിലും പ്രയാസങ്ങളോ നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ജോലി ചെയ്യുന്നവരാണ്, ശരീരത്തിന് സുഖമില്ല, അല്ലെങ്കിൽ മറ്റ് ഫാമിലിയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഏകാഗ്രതയോടെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതേ തന്നെയാണ് പൗലോസ് പറയുന്നത്. ആ സമാധാനം നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരു ദൈവപൈതൽ ദൈവസഭയിൽ അവൻ കടന്നു വന്ന് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു വളർച്ച അവൻ്റെ ജീവിതത്തിൽ കൈവരിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനോട് ചേർത്താണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നന്ദിയുള്ളവരുമായിരിപ്പീൻ. ഹല്ലേലൂയ. സ്നേഹം, സമാധാനം അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്നു. നന്ദിയുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ, തുടർന്ന് പറയുന്ന ചില പ്രബോധനങ്ങളൂടെ പരിശുദ്ധാത്മാവിൽ പൗലോസ് ചേർത്ത് വെച്ചിട്ടുണ്ട്. കർത്താവിനെ വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, എല്ലാറ്റിനും ഇതേ സമ്പൂർണ്ണതയുടെ ബന്ധമാകുന്ന ദ ബോണ്ട് ഓഫ് പെർഫെക്ഷൻ, ആ സ്നേഹം ധരിച്ച് കർത്താവിന് വേണ്ടി ദൈവസ്നേഹത്തിൽ നാം നിലകൊള്ളുമ്പോൾ നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്ന ദൈവീയ സമാധാനം നാം ഏത് നിലയിലായിത്തീരണമോ ആ നിലയിലായിത്തീരുവാനുള്ള
ഒരു സംവിധാനം എന്ന നിലയിൽ, ഒരു ശരീരമെന്നുള്ള നിലയിൽ കർത്താവ് നമ്മെ ആക്കി വച്ചിരിക്കുന്നതുകൊണ്ട് ഇന്ന് രാത്രി നമ്മെ അതിനായി ഒന്നുകൂടെ സമർപ്പിക്കാം. അതിനായി നമുക്ക് ദൈവം നാളിൽ കൃപ നൽകട്ടെ. നമ്മുടെ മധ്യ വരുന്ന ഓരോ വ്യക്തികളും അവരവരെക്കുറിച്ച് കർത്താവ് എന്താഗ്രഹിക്കുന്നു ആ നിലയിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവരാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരായി തീരുവാൻ നമ്മെ ദൈവം ഒരുക്കേണ്ടതിന്, സഭയായി ദൈവം നമ്മെ ഒരുക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ജീവിതാനുഭവത്തിൽ നിന്ന് ആരും പുറകോട്ട് പോകാതെ, ആരും ഹൃദയത്തിൽ ദുഃഖിച്ചിരിക്കാതെ, ആരും ദൈവസ്നേഹം അകന്നിരിക്കാതെ കർത്താവിൻ്റെ സമാധാനമുള്ളിൽ അനുഭവിക്കുന്നവരായി അവരവരെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ, ക്രിസ്തു എന്ന തലയോളം വളരുവാനല്ല, ക്രിസ്തുവിൽ തികവുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവജനങ്ങളാൽ